ഈ തസ്തികകളിൽ സ്ഥിര നിയമനത്തിന് ഈ പറയുന്ന ആളുകളുടെ യോഗ്യത പറയുന്ന കൂട്ടത്തിൽ ഇവരുടെ ടെക്നിക്കൽ യോഗ്യതയും ഇതിനൊക്കെ ഒക്കെ അപ്പുറം പാർട്ടിക്കകത്ത് അവരുടെ യോഗ്യത എന്താണെന്ന് പറയാം. ആയിരക്കണക്കിന് മനുഷ്യർ സർക്കാർ ജോലി ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കമളച്ച് പഠിച്ച് കാത്തിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യാണ്? ഈ പിൻവാതിൽ നിയമനത്തിനുള്ള കൊക്കുകുട്ടുകയാണ്. അവരെ സ്ഥിരമായിട്ട് നിയമിക്കാനുള്ളൊരു അവസരം ഇനി ആർക്കില്ല? LDFിനില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ വകുപ്പുകളിൽ ഇവരുടെ ആളുകൾ മാത്രമാകും, ഇവരുടെ യൂണിയൻ മാത്രമാകും. 10 വർഷം ഒരേ പോസ്റ്റിലിരുന്നവരെല്ലാം സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരെ അപേക്ഷ ക്ഷണിച്ച് ഇൻ്റർവ്യൂ നടത്തിയിട്ട് എടുത്തൊന്നുമല്ല, ഇവരുടെ യോഗ്യത പാർട്ടിക്കാരാണെന്നുള്ളത്. അതായത് PSC ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ പെടുകയും ഇപ്പോൾ 100-ൽ കുറവ് റാങ്ക് കിട്ടിയ ആളുകളുണ്ട്. അവർക്ക് വരെ ജോലി കിട്ടാത്ത എത്രയോ തസ്തികകളുണ്ട്. അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടാണ്, പൊളിറ്റിക്കലായിട്ടുള്ള നിയമനങ്ങൾ നടന്നുകൊണ്ടാണ്. നമസ്കാരം. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഇടത് സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഇനി ചുരുങ്ങിയ മാസങ്ങളെ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഈ അവസാനമായിട്ട് വന്ന നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ഏകദേശം ഒരു അടുത്ത ഇലക്ഷനിലെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചിത്രം അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ അവസാന കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ CPM നിയമിച്ച കുറേ താൽക്കാലിക നിയമനങ്ങളുണ്ട്. അതൊക്കെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കവുമായി സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിനെതിരെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് പിൻവാതിലിലൂടെ സർക്കാർ നിയമിക്കാൻ പോകുന്നത്? നമുക്ക് ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. പൊതുവെ നമ്മളെ യുവാക്കളൊക്കെ ഓൾറെഡി കേരളം വിട്ട് UK-യിലോട്ടും കാനഡയിലോട്ടും ഒക്കെ മൈഗ്രേഷനാണ്. ഇവിടെ തൊഴിലില്ല എന്ന് പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് PSC എഴുതി കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം യൂത്തും ഇവിടെ ഉണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? പിൻവാതിലിലൂടെ കുറച്ച് മുമ്പ് ഇത് ഭയങ്കര ചർച്ച ചെയ്യുന്നു. പിൻവാതിൽ നിയമനങ്ങൾ വലിയ ലിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് അത് കേൾക്കാറില്ല. ഇപ്പോൾ വീണ്ടും സർക്കാർ ഇറങ്ങാൻ സമയമായപ്പം വീണ്ടും തിരികെ കയറ്റൽ നടക്കുകയാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതെ, അതായത് ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ കത്തുന്ന പെരയിൽ നിന്ന് കിട്ടുന്ന കഴിക്കോല് ഊരിയെടുക്കുക എന്ന് പറയും. അതുപോലെ അവസാന ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് 1000-ലധികം ആളുകളെ ഈ തദ്ദേശ വകുപ്പിൽ മാത്രം നിയമിക്കാൻ വേണ്ടി പോകുന്നു, സ്ഥിര നിയമനത്തിന് പോകുന്നു. ഇതിലേറ്റവും വലിയ കാര്യം, ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു രേഖയുണ്ട്. അതായത് ഇപ്പോൾ കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ CITU എന്ന് ബ്രാക്കറ്റിലുണ്ട്. ഈ ഓർഗനൈസേഷൻ എളമരം കരീമിന്, അതായത് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എളമരം കരീമിന് അയച്ചൊരു കത്താണിത്. അതാണ് പുറത്തു വന്നത്. ഈ കത്തിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയാം. സംസ്ഥാനത്തെ ആകെ 900 ടെക്നിക്കൽ അസിസ്റ്റന്റുമാരിൽ 872 പേരും നമ്മുടെ CITU യൂണിയനിലെ അംഗങ്ങളാണ്. അപ്പോൾ 900 പേരിൽ 872 പേർ, വളരെ കുറച്ച് ആളുകളെ ദേശാഭിമാനി വരിക്കാരാണെന്നും കൂടിയുണ്ട്. അതുകൊണ്ട് അത് അടുത്ത വരികയാണ്. അതായത് മറ്റൊരു സംഘടനക്കും ഈ മേഖലയിൽ യൂണിയൻ ഇല്ല എന്ന പ്രത്യേകതയുമുണ്ട്. ആയതിനാൽ മുഴുവൻ അംഗങ്ങളും വർഷങ്ങളായി ദേശാഭിമാനി പത്രത്തിൻ്റെ വാർഷിക വരിക്കാരാണ്. അവിടെ നിർത്തുന്നില്ല. ഇതിൽ 186 പേർ CPIM മെമ്പർമാരാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ യോഗ്യത പറയണം. അതായത് ഈ തസ്തികകളിൽ സ്ഥിര നിയമനത്തിന് ഈ പറയുന്ന ആളുകളുടെ യോഗ്യത പറയുന്ന കൂട്ടത്തിൽ ഇവരുടെ ടെക്നിക്കൽ യോഗ്യതയും ഇതിനൊക്കെ ഒക്കെ അപ്പുറം പാർട്ടിക്കകത്ത് അവരുടെ യോഗ്യത എന്താണെന്ന് പറയാം. എന്നിട്ട് അവരുടെ ആശങ്ക പറയാം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതികൾ വരികയാണ്. ആ സമിതികൾ വരുമ്പോൾ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും, പലരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥിര നിയമനം നടത്തണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും CITUവിൻ്റെ നേതാവിന് കത്തയച്ചിരിക്കുക. അവർക്ക് അന്നേ മനസ്സിലായിട്ടില്ലേ ലോക്കൽ ബോഡിയിൽ സ്ഥാനചലനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് മനുഷ്യർ സർക്കാർ ജോലി ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കമളച്ച് പഠിച്ച് കാത്തിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യാണ്? ഈ പിൻവാതിൽ നിയമനത്തിനുള്ള കൊക്കുകുട്ടുകയാണ്. ഇപ്പോൾ ധനവകുപ്പിൻ്റെ പരിഗണനയിലാണ് ഈ ഫയലുകളൊക്കെ കിടക്കുന്നത്. അധികം വൈകാതെ മന്ത്രിസഭ ഇത് തീരുമാനമെടുക്കും, ഇവർക്ക് സ്ഥിര നിയമനം കൊടുക്കും.
ഇത് തദ്ദേശ വകുപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല, അതായത് പല വകുപ്പുകളിലും. അപ്പോൾ ഈ ആരോഗ്യവകുപ്പിന്റെ ഒരു കാര്യം കഴിഞ്ഞ പ്രസ് മീറ്റിൽ പി കെ ഫിറോസ് പറയുകയുണ്ടായി. അപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് സ്ഥിര നിയമനം നടത്താൻ ഫണ്ടില്ല, മതിയായ ഫണ്ടില്ല, സാമ്പത്തിക ഞെരുക്കം കാരണമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തിനാണ് ഇവർ ഇത് കൊടുക്കുന്നത്? കുറച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. അതെ, അതായത് ആയിരക്കണക്കിന് ആളുകൾ പല വകുപ്പുകളിലായിട്ട് തിരികെ കയറ്റപ്പെട്ടവരുണ്ട്. അവരെ സ്ഥിരമായിട്ട് നിയമിക്കാനുള്ളൊരു അവസരം ഇനി ആർക്കില്ല? LDFിനില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ വകുപ്പുകളിൽ ഇവരുടെ ആളുകൾ മാത്രമാകും, ഇവരുടെ യൂണിയൻ മാത്രമാകും. അതും ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗ നഷ്ടം എന്ന് പറയുന്നത്. അതായത് അർഹരായ ഉദ്യോഗാർത്ഥികൾ പുറത്ത് നിൽക്കുമ്പോൾ PSC പരീക്ഷ എഴുതി വരേണ്ട ആളുകൾ പുറത്ത് നിൽക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും വലിയൊരു അപകടമുണ്ട്. അതായത് സംവരണം ഒന്നും മാനദണ്ഡമാക്കിയിട്ടല്ല ഇവരെ എന്ത് ചെയ്തിട്ടുള്ളത്, താൽക്കാലികമായി നിയമിച്ചിട്ടുള്ളത്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 50-60% സംവരണം ഉണ്ട്. ആ സംവരണത്തിലൂടെ ഉദ്യോഗത്തിലേക്ക് വരുന്ന ഒരു ജനവിഭാഗമുണ്ട്, പ്രാതിനിധ്യം ലഭിക്കുന്ന ജനവിഭാഗമുണ്ട്. അപ്പോൾ സംവരണം അട്ടിമറി നടക്കുന്നു. ഇവരുടെ സംവരണത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പാർട്ടിക്കാരനാണോ അല്ലേ എന്നുള്ളതാണ്. ദേശാഭിമാനി വരിക്കാരനാണോ, അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഒരു കണക്ക് പറയാം. ഈ 21 പേരെ വനിതാ വികസന കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ പോവാണ്? സ്ഥിരമായിട്ട് നിയമിക്കാൻ പോവാണ്. ഈ 21 പേരിൽ ഈ 21 പേരും വരുന്നത് കൃത്യമായിട്ടുള്ള ഒരു പരീക്ഷ നടത്തിയിട്ടോ ഇൻ്റർവ്യൂവിലോ ഒന്നുമല്ല. അതായത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസിയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെ CMD എന്ന് പറയും. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സർക്കാർ ഓഫീസുകൾക്ക് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ കൊടുക്കുന്നൊരു ഏജൻസി. ആ ഏജൻസി വഴി പല വകുപ്പുകളിലായിട്ട് വിന്യസിക്കപ്പെട്ട ആളുകൾ, ആ ആളുകൾ ഇപ്പോൾ 10 വർഷം സ്ഥിരമായിട്ട് ഒരേ വകുപ്പിൽ ഒരേ തസ്തികയിൽ ജോലി ചെയ്തവരെയാണ് ഈ സ്ഥിര നിയമനത്തിന് ശുപാർശ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. എന്നാൽ ഇവരൊന്നും അങ്ങനെ ജോലി ചെയ്തവരല്ല, പല വകുപ്പുകളിലായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അവരെ നിയമിക്കാൻ പോവുകയാണ്. 10 വർഷം ഒരേ പോസ്റ്റിൽ ഇരുന്നവരല്ല, സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരെ അപേക്ഷ ക്ഷണിച്ച് ഇൻ്റർവ്യൂ നടത്തിയിട്ട് എടുത്തൊന്നുമല്ല, ഇവരുടെ യോഗ്യത പാർട്ടിക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പോസ്റ്റുകളിലേക്ക് ഓൾറെഡി സർക്കാർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സ്ഥിര നിയമനത്തിന് വേണ്ടി ധനവകുപ്പ് ഇങ്ങനെ കാത്തിരിക്കുന്ന, അതല്ലെങ്കിൽ മന്ത്രിസഭ കാത്തിരിക്കുന്ന ഈ പോസ്റ്റുകളിൽ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ ക്ഷണിച്ചതിൽ എന്തായാലും അപേക്ഷ കിട്ടിയിട്ടുണ്ടാവും. ആ ഉദ്യോഗാർത്ഥികളെയും എന്ത് ചെയ്യാണ്? സർക്കാർ കബളിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ എല്ലാ നിലക്കും, അതായത് ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻറ് ജോലി സ്വപ്നം കണ്ടിട്ട് രാവും പകലുമില്ലാതെ പഠിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എന്തെങ്കിലും ഒരിക്കൽ ആ ഒരു ഇത് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, ഗവൺമെൻറ് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന 100 കണക്കിന്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടു. CPO ലിസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുമ്പ് നടത്തിയ സമരങ്ങളൊക്കെ പല രൂപത്തിലുള്ള സമരങ്ങൾ, എന്നിട്ടും ആ ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ തീർന്നു പോയി. അങ്ങനെ ഒരുപാട് ലിസ്റ്റ്, പിന്നെ 1ാം റാങ്ക് കിട്ടിയതിന് വരെ ജോലി കിട്ടാത്ത ലിസ്റ്റുകളുണ്ട്. അതായത് PSC ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ പെടുകയും ഇപ്പോൾ 100ൽ കുറവ് റാങ്ക് കിട്ടിയ ആളുകളുണ്ട്, അവർക്ക് വരെ ജോലി കിട്ടാത്ത എത്രയോ തസ്തികകളുണ്ട്. അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടാണ്, പൊളിറ്റിക്കലായിട്ടുള്ള നിയമനങ്ങൾ നടന്നുകൊണ്ടാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ നിരാശപ്പെടുത്തുന്ന, നേരത്തെ പറഞ്ഞല്ലോ, കുറേ ആളുകൾ കാനഡയിലേക്ക് പോകുന്നു, US പോകുന്നു, ഇവിടെ ജോലി സാധ്യതകൾ ഇല്ലാതാവുന്നു. ജോലി സാധ്യതകളില്ലാത്ത വിഷയം ഇവിടെ ഇല്ല. ഉള്ള സാധ്യതകളിൽ ഇങ്ങനെയുള്ള പിൻവാതിൽ നിയമനങ്ങളും അനധികൃതമായിട്ടുള്ള ഇടപെടലുകളും സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും ഈ യങ്സ്റ്റേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ലേ? തീർച്ചയായും. അതായത് ഇത് ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പരിഹസിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗവൺമെൻറ് ഒരിക്കലും ഈ നിലക്ക് ഇടപെടാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത് പാർട്ടി ഇടപെടൽ ഇതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതാണ് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കാണ് ഇവർ കത്തയക്കുന്നത്. ഈ കത്ത് എങ്ങനെ പുറത്തു വന്ന്? അത് സ്വാഭാവികമായിട്ടും പുറത്തു വരുന്ന ഒരു സംഭവമാണ്. അതായത് അവരുടെ ഗ്രൂപ്പുകളിലും ഇതിലൊക്കെ വരുന്ന സംഗതികളാണല്ലോ. അപ്പോൾ ഇവിടുത്തെ PSC പരീക്ഷ ചെയ്ത് സർക്കാർ ജോലി സ്വപ്നം കണ്ടു കഴിയുന്ന സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുകയും
ഇത്തരം പിൻവാതിൽ നിയമനങ്ങളിൽ നിന്ന് സർക്കാർ അടിയന്തരമായിട്ട് പിൻവാങ്ങുകയും വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.